ഒരുപാട് ആളുകൾ പറഞ്ഞത്ര ആ മനുഷ്യനോട് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിലേക്ക് വഴിമാറാമെന്ന്. പക്ഷെ ആ മനുഷ്യൻ അതൊന്നും കേൾക്കാതെ ആ മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ധീരമായിട്ടുള്ള ഒരു മരണം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ മരണവിയോഗത്തിൽ ആ രാജ്യത്തുള്ള ഓരോ മനുഷ്യന്മാരും വിതുമ്പുകയാണ്. ഇതിൻ്റെ കൂടെ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുകയാണ്, നമ്മുടെ ചാനലുകൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ആ ചാനൽ പോലും വളരെ എന്താ പറയാ, ഈ ഒരു യുദ്ധം അതിനെ റീച്ചിന് വേണ്ടിയിട്ട്, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന നെറികെട്ട ചില പരിപാടികൾ സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾ പുറത്തു വിടുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകൾ നമുക്കിന്ന് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ഇറാന്റെ പുതിയ നേതാവായിട്ട് അഹമ്മദ് വാഹിദി എന്ന വ്യക്തി ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇറാൻ ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല എന്നുള്ള വസ്തുത. എത്ര വലിയ യുദ്ധം നയിക്കുകയാണെങ്കിലും അതിൻ്റെ അമീറായിട്ട്, നേതാവായിട്ട് ഒരു മനുഷ്യൻ ഇല്ല എങ്കിൽ ആ യുദ്ധം പരാജയപ്പെടുമെന്നാണ്. അഹമ്മദ് വാഹിദിയെ നേതാവായിട്ട് മാറ്റുമ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്, തിരിച്ചടിക്കാൻ ഇറാന് അവകാശം ഉണ്ട് എന്ന്. ഒരിക്കലും തന്നെ ഇറാൻ അടങ്ങിയിരിക്കൂല എന്നുള്ളത് കൃത്യമാണ്. അഹമ്മദ് വാഹിദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കമാൻഡർ ചീഫാണ്, അതേപോലെ തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും, പൊളിറ്റിക്സിനെ കുറിച്ചും, മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നല്ല ധാരണയുണ്ട്. എവിടെയാണോ ഖമനൈ നിർത്തിവെച്ചത് അവിടെ നിന്ന് തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസവും തീരുമാനവും തന്നെയാണ്. ആയത്തുള്ള അൽ ഖമനൈ മരണപ്പെട്ടു എന്ന വാർത്ത ഇതിനോടകം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിട്ടുണ്ടാകും. ആ മനുഷ്യന്റെ മരണ വാർത്തയിൽ ഇസ്രയേലും ഇറാനുമൊക്കെ ഇന്ന് ആഹ്ലാദം കൊള്ളുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആയത്തുള്ള ഖമനൈ ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ചാര ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഷഹീദായിട്ട് മരിക്കണമെന്ന്. ആ മനുഷ്യൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്, ആദ്യം നീ നന്നായിട്ട് പഠിക്കുക, പിന്നീട് വലിയൊരു ശാസ്ത്രജ്ഞനാവുക, അതിൻ്റെ ശേഷം 90 വർഷത്തോളമൊക്കെ ജീവിച്ചിട്ട് ഷഹീദായിട്ട് മരിക്കാമെന്ന്. شما اول بزرگ بشین، انشالله قدرتون بلند بشه، درس بخونین و عالم بشین و انشالله برای اسلام مفید باشین. یه 80-90 سالم عمر کنین بعدم شهید بشین. അതേ ഖമനൈയുടെ മരണ വാർത്തകളാണ് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വേണമായിരുന്നെങ്കിൽ ഖമനൈ എന്ന് പറയുന്ന ഈ മനുഷ്യന് അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള പല താവളങ്ങളിലേക്കും മാറാമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനൊന്നും നിൽക്കാതെ താൻ സ്ഥിതി കൊള്ളുന്ന തൻ്റെ ജനതയ്ക്ക് കരുത്ത് പകരുക എന്ന് പറയുന്ന വലിയ ഒരു നേട്ടമാണ് ആ മനുഷ്യൻ കൈവരിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പറഞ്ഞത്ര ആ മനുഷ്യനോട് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിലേക്ക് വഴിമാറാമെന്ന്. പക്ഷെ ആ മനുഷ്യൻ അതൊന്നും കേൾക്കാതെ ആ മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ധീരമായിട്ടുള്ള ഒരു മരണം കൈവരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ മരണവിയോഗത്തിൽ ആ രാജ്യത്തുള്ള ഓരോ മനുഷ്യന്മാരും വിതുമ്പുകയാണ്. ഈ ഒരു വിതുമ്പൽ കാണുമ്പോഴും ആ മനുഷ്യൻ്റെ മരണം കേൾക്കുമ്പോഴും ഒക്കെ പല ആളുകളും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം തകർന്നു പോയിട്ടുണ്ട് എന്ന്. തകർന്നിട്ടില്ല എന്ന് അവിടുത്തെ മാധ്യമങ്ങൾ ആ മനുഷ്യൻ്റെ മരണവിയോഗം വിളിച്ചു പറയുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ് അവർ. ആ ഒരു സാഹചര്യത്തിലും അവർ പറയുന്നത് ഒരു കാര്യമുണ്ട്, വലിയ ഒരു തിരിച്ചടി നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്നുണ്ട് എന്ന്. ആയത്തുള്ള ഖമനൈ എന്ന് പറയുന്ന മനുഷ്യൻ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള ജനതയെ മുഴുവനും ആ മനുഷ്യൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആയത്തുള്ള ഖമനൈ എന്ന് പറയുന്ന 86 വയസ്സുള്ള ഒരു വയോവൃദ്ധനെ സംബന്ധിച്ചിടത്തോളം
ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വിചാരിച്ചിരുന്നെങ്കിൽ ഒന്നും നേടാൻ പറ്റൂല. പക്ഷേ ആ മനുഷ്യന്റെ പിന്നിൽ വലിയ ഒരു ജനനിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ജനനിരയാണ് ആ മനുഷ്യന് ഇത്രയും വലിയ ഒരു കരുത്തേകിയിട്ടുള്ളതും. എന്നാൽ ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ മനുഷ്യൻ വാർത്തെടുത്ത വലിയ ഒരു ജനസാഗരം ഇറാൻ മണ്ണിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ സ്ഥാനം വഹിക്കാൻ വേറെ ആളുകൾ കടന്നു വരും. ആ ആളുകള് ഏറ്റവും വലിയ പ്രതിഷേധം തന്നെ ആയത്തുള്ള ഖംനൈ എന്ന് പറയുന്ന മനുഷ്യനെ വധിച്ചതിന്റെ പേരില് അവിടെ നടത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്നും കാണാതെ ഒരിക്കലും ഇറാനിയൻ ജനത ഈ ഒരു യുദ്ധത്തിന് തയ്യാറാവൂല എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിഷമം, വേദന എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഒരുപാട് ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളൊക്കെ വളരെയേറെ ഭീതിയിലാണ്. ഇതിന്റെ കൂടെ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയുകയാണ്. നമ്മുടെ ചാനലുകൾ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ആ ചാനൽ പോലും വളരെ എന്താ പറയാ, ഈ ഒരു യുദ്ധം അതിനെ റീച്ചിന് വേണ്ടിയിട്ട്, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് കാണിച്ചു കൂട്ടുന്ന നെറികെട്ട ചില പരിപാടികൾ സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾ പുറത്തു വിടുന്നതിനേക്കാൾ കൂടുതൽ വാർത്തകൾ നമുക്കിന്ന് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ പുറമെ ഇവരിൽ ചില ആളുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ നെറികേട് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. പാവപ്പെട്ട ഗൾഫിലുള്ള പാവപ്പെട്ട പ്രവാസികളെ ഭീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള അവരുടെ രക്ഷിതാക്കളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ. ഇന്നലെ പറയുന്നു ബുർജ് ഖലീഫ ഒക്കെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് എന്ന്. എവിടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മീഡിയയിൽ വരികയുണ്ടായി. നിങ്ങൾ മനസ്സിലാക്ക്, ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ ഗവൺമെന്റ്, ആ ഒരു ഭരണകൂടത്തിന്റെ കീഴിലുള്ള ആ ജനതയെ, അതായത് പ്രവാസികളായിട്ടുള്ള ജനതയെ പോലും അവർ സംരക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തില് ആ ഒരു ജനതക്ക് വലിയ പ്രശ്നങ്ങളാണ്, കുഴപ്പമാണ്, ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ഭീതിയാണെന്ന് ഇവർ BGM ഒക്കെ ചേർത്തുകൊണ്ട് വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോകൾ പുറത്തു വിടുമ്പോൾ പാവപ്പെട്ട പ്രവാസികളുടെ രക്ഷിതാക്കൾ, കുടുംബക്കാര് ഇത് കാണുമ്പോൾ അവരുടെ ഒക്കെ ഉള്ളിലുണ്ടാകുന്ന ആദിയും വേദനയും വേവനാദിയും ഒക്കെ എത്രത്തോളമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ രാവിലെ ജോലിക്ക് പോയി, ഇന്നലെയാണല്ലോ ഈ ഒരു സംഗതി നടക്കുന്നത്. രാവിലെ ആ ഒരു മനുഷ്യൻ ജോലിക്ക് പോയി, ആ മനുഷ്യൻ തൻ്റെതായിട്ടുള്ള ജോലി തിരക്കിൽ മുഴുകുമ്പോൾ ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള ചാനലുകളിലൂടെ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്. സ്വാഭാവികമായി ജോലിയുടെ തിരക്കില് ആ ഒരു മനുഷ്യന്റെ രക്ഷിതാക്കൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളുടെ അവസ്ഥ എന്താണ്? അവരുടെ പ്രയാസം എത്രത്തോളമാണ്? തൻ്റെ മകൻ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ തീ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യന്മാര്. മലയാളികളായിട്ടുള്ള ആളുകള് ഈ മാധ്യമങ്ങളിലൊക്കെ ചെറിയൊരു വിശ്വാസം അർപ്പിച്ചത് നിങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുത ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു വിശ്വാസം നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് അത് വല്ലാത്ത തിരിച്ചടിയാകുമെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക.